രാവിലെ തന്നെ കുളിച്ച് റെഡി സെറ്റായി ഇറങ്ങി. എന്നിട്ട് മഹാറാണിയിൽ പോയിട്ട് പൂരി മസാല കഴിച്ചു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും പള്ളിയിൽ പോയിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിൽ തന്നെയുള്ള പള്ളിയിൽ പോയി. ഈ പള്ളിയിൽ പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ഈ സ്റ്റെപ്പ് കയറുന്നത്. അതെനിക്ക് ആലോചിക്കാനേ വയ്യ. ഈ തണുപ്പുള്ള സമയത്തൊന്നും ഈ സ്റ്റെപ്പ് പറഞ്ഞ ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഇന്നിപ്പം നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊള്ളുന്ന വെയിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ സ്റ്റെപ്പ് കയറാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. അല്ലെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഇന്ന് നല്ല ക്ലിയർ സ്കൈ ഒക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ കയറി പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ ശബ്ദമൊക്കെ പോയി. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കയറി. ഇത് ഭയങ്കര പഴയ ഒരു പള്ളിയാണ്. ഇതിനകത്ത് ആക്ച്വലി ശരിക്കും കാണാനുണ്ട് ഈ പള്ളീൻ്റെ അകം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. പഴയ പള്ളിയും കൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ നമുക്ക് ഈ മൂന്നാർ ടൗൺ ഏകദേശം നമുക്കെല്ലാം തന്നെ കാണാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞു തിരിച്ചിറങ്ങി പോവാണ്. ഇനിയിപ്പം എങ്ങോട്ട് പോവും എന്നതാണ് നമ്മുടെ അടുത്ത ചിന്ത എന്ന് പറയുന്നത്. എനിക്ക് കുറച്ചായി ഹൈഡൽ പാർക്കിൽ പോകണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ ഹൈഡൽ പാർക്കിൽ പോയിട്ടില്ല, പക്ഷേ കേൾക്കുന്നത് കുറച്ചായി. അപ്പോൾ എന്തായാലും ഇനിയിപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ പള്ളിയുടെ ഇവിടെയായിട്ട് മാസ് ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചു. ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഹൈഡൽ പാർക്കൊക്കെ വരുന്നത് നമ്മുടെ ഓൾഡ് മൂന്നാർ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഓട്ടോയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ബസ്സൊക്കെ നോക്കി നിന്നാൽ ചിലപ്പം ലേറ്റാവും. പിന്നെ ജീപ്പൊക്കെ കിട്ടിയെന്ന് വരത്തില്ല. അത്യാവശ്യം ആളൊക്കെ ആയാലേ ട്രിപ്പ് ജീപ്പ് ഓടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഓട്ടോയ്ക്ക് വന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഒന്നും ആരില്ല കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും തന്നെ വന്നിട്ടില്ല. നമ്മൾ മൂന്നാറിൽ പോയ മറ്റ് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ എന്തോ മിസ്സിങ് ആണ്. ഇവിടെ എൻട്രൻസ് ഒന്നും അത്രയ്ക്ക് വെൽ മെയിൻറ്റെയിൻഡ് അല്ല. അവിടെയൊക്കെ എൻട്രൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ എന്തൊക്കെയോ മിസ്സിങ് ആയുള്ളൊരു ഫീലാണ് എനിക്ക് വന്നത്. അപ്പം അഡൾട്ടിന് 80, ചിൽഡ്രനാണെങ്കിൽ 50 രൂപയാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം. അതിൻ്റെ പ്രോസസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 240 രൂപയാണ് ആയത് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ട് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് വേണ്ടായിരുന്നു എന്നാണ്. ഇതിപ്പോൾ ഒരു താമരക്കുളമാണ്. എന്തോ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന സൈഡിൽ. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇതൊന്നും ആയിരുന്നില്ല. എന്തോ എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കിനും ആ ഒരു ഇഷ്ടക്കേടെല്ലാം മാറി. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പിളിൽ നിന്ന് വാങ്ങിച്ച ഒരു ചോക്ലേറ്റ് ആയിരുന്നു. ഇവർക്ക് ഈ ചോക്ലേറ്റ് ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ നമ്മൾ വീണ്ടും എന്താ പറയുക, അകമൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ. പക്ഷേ അത് നമ്മൾ കയറുന്ന ഭാഗം ഒരു എൻട്രൻസ് ഭയങ്കര അലമ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കിനും നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് തിരിച്ച് വല്ലതും പോയിരുന്നെങ്കിൽ ശരിക്കും മിസ് ചെയ്താനെ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ മൂന്നാറിൽ വന്നിട്ട് ഒരു ഗാർഡൻ പോകണമെന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനാണ്, അല്ലെ ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അതിനപ്പുറം വേറെ ഒന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. പക്ഷേ അത് കണ്ടിട്ട് ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഗാർഡൻ കൂടെ പോകണ്ടല്ലോ. ഇനി നമുക്കിവിടെ വേറെ എന്തോരം ഓപ്ഷൻസ് ഉണ്ട്. ഇരവികുളം നാഷണൽ പാർക്കുണ്ട്, ഡാമുകളുണ്ട്, അതുണ്ട് ഇതുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു സ്ഥലമാണ് മൂന്നാർ. അപ്പം നമ്മൾ അങ്ങനെ പോവാണ്. ഇനി ഒരു ഗാർഡൻ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് ഹൈഡൽ പാർക്ക് വേണ്ടാന്ന് വെച്ചാൽ അത് നമുക്ക് തന്നെയാണ് ആക്ച്വലി നഷ്ടം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഹൈഡൽ പാർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലും അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഇതൊരിക്കലും മിസ് ചെയ്യരുത്. പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ സൈഡിലായിട്ടാണ് ആക്ച്വലി ഈ നമ്മുടെ ബ്ലോസം ഹൈഡൽ പാർക്ക് ഇരിക്കുന്നത്. ഇതിരിക്കുന്നതുണ്ടല്ലോ 16 ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ്. അത്രയും വലുതാണിത് ആക്ച്വലി. ഇത് കണ്ടോ, 1944 എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഇലക്ട്രോ പ്രോജക്റ്റ് ഇൻ കേരളയാണ്. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ നടക്കാൻ പോയാൽ നമുക്ക് തീരത്തില്ല, അത്രയും നടക്കാനുണ്ട്. അങ്ങനെ ഓരോ വഴികൾ അകത്തേക്കും താഴേക്കും മേലേക്കും ഒക്കെ ഉണ്ട്. അപ്പം ഞാനങ്ങനെ നടന്നാണ് നേരത്തെ കണ്ട ആ ഒരു ഏരിയയിലൊക്കെ എത്തിയത്. ഇപ്പം നമ്മളിനിയിപ്പോൾ തിരിച്ചു പോവാണ്. നടക്കാൻ പോയാൽ തീരത്തില്ല. ഒരു നേച്ചർ വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണിത്. അത്രയും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ എന്താ പറയുക വ്യൂ ഒക്കെ കണ്ട് നല്ല സുഖമായിട്ടിങ്ങനെ നടക്കാം. അപ്പം നമ്മളിവിടെ ഒരു ലൈവ് ചോക്ലേറ്റ് ടീ സ്പൈസസ് ഫാക്ടറി എന്തോ സംഭവമൊക്കെ കണ്ടു. അപ്പം നമ്മളിവിടെ എന്തുള്ളതെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടായതുപോലെ ചോക്ലേറ്റ്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ചായപ്പൊടികൾ, വെറൈറ്റീസ് ഓഫ് ചായപ്പൊടികളുണ്ട്. പിന്നെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി കുറേ ടോയ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് അതുപോലെ തന്നെ തിരിച്ചിറങ്ങി. പിന്നെ ഇവിടെ അക്വാ ഷോ ഉണ്ട്,
പിന്നെ ഫിഷ് സ്പാ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ ഒന്നും കയറിയില്ല, നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങോട്ട് കയറുമ്പോൾ ഞാൻ വലിയ ഹാപ്പി അല്ലായിരുന്നെങ്കിലും തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം പുറത്ത് നമ്മൾ കണ്ടതേ അല്ല അകത്തുള്ളത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുറച്ച് സമയം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.